ഇപ്പം നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്ന കട്ടപ്പന ASP ഓഫീസിലേക്കാണ് കേട്ടോ. ഞാനും കുഞ്ഞിനും അബിയുണ്ട്. കാശുവിനെ രാവിലെ സ്കൂളിലേക്കാക്കി. കഴിഞ്ഞ ദിവസം ഞാൻ യൂട്യൂബിലൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മുടേതല്ലാത്ത കാരണത്താൽ നമ്മൾ പോലീസ് സ്റ്റേഷനിൽ കയറി ഇറങ്ങേണ്ടി വരുന്ന ഒരു അവസ്ഥയുണ്ടല്ലോ എന്ന് പറഞ്ഞ്. അതിൻ്റെ കാരണം ഇതാണ്. നമ്മുടെ വീട്ടിൽ നിന്ന്, അതായത് ഞാൻ താമസിക്കുന്ന അഭിജിത്തിൻ്റെ വീട്ടിലാണ്. ആ വീട്ടിൽ നിന്ന് 25 പവൻ്റെ സ്വർണം മോഷണം പോയിട്ടുണ്ടായിരുന്നു. അതായത് എൻ്റെ സ്വർണം, എൻ്റെ മക്കളുടെ സ്വർണം, അതുപോലെ എൻ്റെ നാത്തൂൻ്റെ സ്വർണം, അതായത് അഭിജിത്തിൻ്റെ പെങ്ങളുടെ സ്വർണം എല്ലാം കൂടെ കൂട്ടി 25 പവൻ്റെ സ്വർണം നമുക്ക് മോഷണം പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആരാണ് എന്താണെന്നൊക്കെ നമ്മൾ കണ്ടുപിടിച്ചു. നമ്മൾ അതിനുവേണ്ടി കേസും കൊടുത്തിട്ടുണ്ട്. നമ്മുടെ വീട്ടിൽ നിന്ന് 25 പവൻ്റെ സ്വർണം മോഷണം പോയത് കൂടാതെ ഈ പറയുന്ന അഭിജിത്തിൻ്റെ പേരിൽ ലക്ഷക്കണക്കിന് രൂപ ഈ പറയുന്ന വ്യക്തി മറ്റുള്ളവരിൽ നിന്ന് വായ്പ മേടിച്ചിട്ടുണ്ട്. അത് പൈസ കടം കൊടുത്തയാള് തിരികെ വേണമെന്ന് ആവശ്യപ്പെട്ടപ്പോൾ അഭിജിത്താണെന്നും പറഞ്ഞുകൊണ്ട് മറ്റാരെയും കൊണ്ടോ ആ വ്യക്തി അവരെ കോൾ ചെയ്യിപ്പിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അഭിജിത്താണ്, സന്ധ്യയാണ്, അല്ലെങ്കിൽ അഭിജിത്തിന്റെ പെങ്ങളാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കടം കൊടുത്തയാളെ ഫോൺ വിളിപ്പിക്കുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷെ അതൊന്നും ഞങ്ങളല്ല, ഞങ്ങളുടെ നമ്പറിൽ നിന്ന് ഞങ്ങൾ വിളിച്ചിട്ടുമില്ല. അപ്പോൾ ഇനിയാണെങ്കിലും ഈ അഭിജിത്തിന്റെ പേരിലോ ഞങ്ങളുടെ ആരുടെയെങ്കിലും പേരിൽ ആരെങ്കിലും വന്ന് നിങ്ങളോട് പൈസ ആവശ്യപ്പെട്ടാൽ ദയവ് ഇത് ആരും കൊടുക്കരുത്. ഇത് നമ്മൾ അറിഞ്ഞോ അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞു വിട്ടിട്ടോ ചോദിക്കുന്ന പൈസയൊന്നുമല്ല. കാരണം നമുക്ക് നിലവിൽ ഈ ലക്ഷക്കണക്കിന് രൂപയൊന്നും പുറത്തുനിന്ന് മേടിച്ചിട്ട് വീട്ടിൽ കാര്യങ്ങൾ നടത്തേണ്ട ഒരു അവസ്ഥ നിലവിൽ ഇതുവരെ ഇല്ല. കാരണം പപ്പ കോൺട്രാക്ടറാണ് അഭിജിത്തിന്റെ, പിന്നെ അഭിജിത്തിന് ജോലിയുണ്ട്. അപ്പം നിലവിൽ പുറത്തുനിന്ന് പൈസ മേടിച്ച് നമുക്ക് വീട്ടിലെ കാര്യങ്ങൾ നടത്തേണ്ട അവസ്ഥ ഇതുവരെ അവിടെ വന്നിട്ടില്ല. അതുകൊണ്ട് നിങ്ങളുടെ ഇനിയെങ്കിലും ആരും അഭിജിത്തിന്റെ പേര് വന്ന് വീട്ടുകാരായിക്കോട്ടെ, നാട്ടുകാരായിക്കോട്ടെ, കുടുംബക്കാരായിക്കോട്ടെ, ആരായാലും നിങ്ങളോട് ആരോടെങ്കിലും ഈ അഭിജിത്തിന്റെയോ ഞങ്ങളുടെ ആരുടെയെങ്കിലും പേര് വന്ന് പൈസ ചോദിച്ചാൽ ദയവ് ഇത് ആരും വായ്പയായിട്ട് കൊടുക്കരുത്. ചതിയാണ്, പറ്റിക്കപ്പെടുവാണ്. അതുകൊണ്ട് നിലവിലിപ്പം നമുക്ക് നീതി വേണം. നമുക്ക് ഈ പോയിരിക്കുന്ന 1-2 പവന്റെ സ്വർണ്ണമല്ല, 10-25 പവൻ മേളിൽ സ്വർണ്ണമുണ്ട്. അപ്പം നമ്മൾ എന്തായാലും സ്റ്റേഷനിൽ പോയി പരാതിപ്പെട്ടിട്ടുണ്ട്. ബാക്കിയൊക്കെ നിയമത്തിന്റെ വഴിക്ക് പോട്ടെ.